ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്ര കാണിച്ച മണ്ടത്തരത്തിന്റെ പേരിൽ സുമിത്രയുടെ കയ്യിൽ നിന്നും ആ വലിയൊരു തെളിവ് നഷ്ടപ്പെട്ടു പോകുന്നു. സുമിത്രയാണെങ്കിൽ ഇച്ചിരി അഹങ്കാരം കൂടുതലായ ഒരു രീതിയിലാണ് കാണിച്ചത്. എന്തായാലും വെളുക്കാൻ തെച്ചത് പാണ്ട എന്ന് തന്നെ പറയാം. സുമിത്രയുടെ കയ്യിൽ നിന്ന് ആ ഡയറി നഷ്ടപ്പെട്ട് സുമിത്ര ഇങ്ങനെ അപ്പുവിനെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുകയാണ്. എന്തായാലും അപ്പു രക്ഷകനായി എത്തും എന്നുള്ള ഒരു ഇതിലാണ് നമ്മുടെ സുമിത്ര നിൽക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയാണെന്നുണ്ടെങ്കിൽ അതേ നമ്മുടെ രഞ്ജിത നൈസായിട്ട് പൂജയെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പൂജയോട് സംസാരിക്കുമ്പോൾ താനെല്ലാം തികഞ്ഞ ഒരാളായിട്ടും അതുപോലെ തന്നെ സുമിത്ര തന്നെ തെറ്റിദ്ധരിച്ച് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ആയിട്ടാണ് അവിടെ സംസാരവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഭയങ്കര കരച്ചിലും പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പൂജ ഭയങ്കരമായിട്ട് അങ്ങ് അത് വിശ്വസിച്ചു. അപ്പോൾ ആൻറ്റി വിഷമിക്കേണ്ട ആൻറ്റി, ഞാനല്ലേ ആൻറ്റിക്ക് ഉള്ളത്, ആൻറ്റി എന്തിനാ സങ്കടപ്പെടുന്നത്, ഞാൻ അമ്മയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, അമ്മ അങ്ങനെ തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞു പോയതാ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക ആൻറ്റിയോട്, അങ്ങനെ ഇനി പറയാനായിട്ടൊന്നുമില്ല. എന്തായാലും എൻ്റെ പൊന്നുമോൾ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പൂജയ്ക്ക് കുറേ ഉമ്മയൊക്കെ കൊടുത്ത് രഞ്ജിത അങ്ങ് കാര്യങ്ങൾ അങ്ങ് കൊഴുപ്പിച്ചു. എന്തായാലും രഞ്ജിത പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പാടെ വിശ്വസിച്ച് അങ്ങനെ തന്നെ അങ്ങ് വിഴുങ്ങി പുള്ളിക്കാരി അങ്ങ് പോവുകയാണ്. എന്തായാലും എൻ്റെ മോളിനെ അവിടെ പോയി വഴക്കൊന്നും ഉണ്ടാക്കണ്ട തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് രഞ്ജിത മോളെ പറഞ്ഞു വിടുന്നത്. മോളങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മമ്മി ഇത് പ്രശ്നമാവും മമ്മി എന്ന് പങ്കജനൊരു സംശയം. അപ്പോഴേക്കും മമ്മി പറയണത് മോനൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഒരു രീതിയിലും ഇതൊരു പ്രശ്നമാവില്ല, മറിച്ച് മിക്കവാറും പൂജ സുമിത്രയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും, അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നും അത് നമുക്ക് കാത്തിരുന്ന് കാണാമെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. അങ്ങനത്തെ രഞ്ജിതയും അതുപോലെ നമ്മുടെ പങ്കജും അരവിന്ദനും ഒക്കെ സ്വപ്നലോകത്ത് ഇങ്ങനെ പറന്ന് നടക്കുവാണ്. പൂജ അവിടുന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങി വരുന്നത്. പൂജ പിന്നെ ഇവർ കാണിച്ചു കൊടുത്ത വഴിയെ പോകുന്നത് കൊണ്ട് നന്ദികേടല്ലാതെ സുമിത്രയോടൊന്നും കാണിക്കത്തില്ല. എന്തായാലും രഞ്ജിതയെ വിശ്വസിച്ച് നമ്മുടെ പൂജ നേരെ വീട്ടിലോട്ട് പോവുക. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സുമിത്ര എല്ലാം നഷ്ടപ്പെട്ട പെരുവഴിയിൽ ഇങ്ങനെ കരഞ്ഞു കൂവിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പുവിനെ വിളിച്ചു. അപ്പു ഓടി വന്നു. ഈ ഒരു സമയത്ത് നമ്മുടെ സുമിത്രയ്ക്കൊരു സഹായമാവുന്നു. എന്തായാലും ഇവർക്കിടയിലുള്ള ആ ഒരു അന്തരം അങ്ങ് കുറഞ്ഞതായിട്ട് ആ ഒരു ഇതിൽ നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലാവുകയാണ്. അതായത് ഇനിയിപ്പോൾ സുമിത്രയ്ക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെങ്കിൽ അത് അപ്പു മാത്രമേ ഉള്ളൂ. സുമിത്ര ഇപ്പം അവിടെ ചെന്ന് രഞ്ജിതയോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചത് രഞ്ജിതയ്ക്ക് മനസ്സിലായെന്നും ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് രഞ്ജിതയാണെന്നും സുമിത്രയ്ക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി. എടുത്തയാട്ടം കൊണ്ട് സംഭവിച്ചു പോയതാണ്, പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമ്മുടെ സുമിത്ര ഇങ്ങനെ അതിന് വേണ്ടുന്ന ഇനിയിപ്പോൾ ഇതിന് മറുമരുന്ന് ചെയ്തേ പറ്റുള്ളല്ലോ, അതിന് വേണ്ടിയുള്ള ഇതായിട്ട് അപ്പുവായിട്ട് സംസാരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുമിത്ര വീട്ടിലോട്ട് പോയി. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൂജ സുമിത്രയ്ക്ക് അരികിലേക്ക് വരും. അപ്പോൾ സുമിത്രയാണെങ്കിൽ വിഷമിച്ചിങ്ങനെ ഇരിക്കുവാണ്. പലതും സുമിത്രയുടെ തലയിൽ കൂടെ കിടന്ന് ഓടണമല്ലോ. വിഷമിച്ചിരിക്കുന്ന സുമിത്രയുടെ അടുത്തേക്ക് ഇതേ നമ്മുടെ പൂജ ചെല്ലുന്നു. അമ്മേ എന്ന് പറഞ്ഞു വിളിച്ച്. അപ്പോൾ പൂജയെ കണ്ടപ്പോൾ സുമിത്രയ്ക്ക് ശരിക്കും ദേഷ്യമാണ് വന്നത്. ഇതിനെല്ലാം കാരണക്കാരി പൂജയാണല്ലോ എന്നുള്ള ഒരു ഇതിലാണ് സുമിത്ര ചിന്തിക്കുന്നതും സുമിത്രയുടെ മനസ്സ് പോകുന്നതും. അപ്പോൾ സുമിത്രയുടെ മനസ്സിൽ ഭയങ്കര ദേഷ്യം. എന്താന്ന് ചോദിച്ചു. അമ്മേ അത് പിന്നെ നീ രഞ്ജിതയ്ക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാനും രഞ്ജിതയുടെ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനുമാണ് എൻ്റെ മുന്നിലേക്ക് വന്നതെങ്കിൽ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് സുമിത്ര പറഞ്ഞു. രഞ്ജിത പറയുന്ന കള്ളക്കഥകളും ചതിയും വിശ്വസിച്ച് നീ എൻ്റെ മുന്നിലേക്ക് വരണ്ട, അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്താ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? രഞ്ജിതാൻ്റെ ഇപ്പോൾ ഒരുപാട് മാറിയെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ, അവരുടെ ഭാഗത്ത് ഇപ്പോൾ ഒരുപാട് തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, അമ്മ അവരെ ഇങ്ങനെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതാണെന്നൊക്കെ പറയുമ്പോൾ മോളെ നിന്നേക്കാളും ഒരുപാട് കൂടുതൽ ഓണം ഞാൻ ഉണ്ടതാ. അതുമാത്രമല്ല രഞ്ജിത എനിക്കറിയാവുന്നിടത്തോളം നിന്റെ അച്ഛൻ അറിയാവുന്നിടത്തോളം ആർക്കെങ്കിലും അറിയാവോന്ന് ചോദിച്ചു. നിനക്കറിയാമോ? അറിയില്ലല്ലോ. നിന്നെ ബലിയേടാക്കി രഞ്ജിത കളിക്കുന്ന കളിയിൽ നീ തന്നെ ചെന്ന് വീഴുകയാണെന്നൊക്കെ പറയുമ്പോഴേക്കും പൂജ അമ്മ അങ്ങനെയൊന്നും അല്ല, രഞ്ജിതാൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമായി തന്നെ ചെയ്തു തരാൻ തയ്യാറായതാണ്, ഞാനാണ് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞത്, സ്വത്തൊക്കെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതി തരാമെന്ന് പറഞ്ഞു, അതൊക്കെ ആൻറ്റി ഭംഗിയായിട്ട് നോക്കുന്നുണ്ടല്ലോ, ആൻറ്റി തന്നെ അത് കയ്യിൽ വെച്ചോളാം, ഞാൻ ആൻറ്റിയോട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജ ഇങ്ങനെ അപ്പോൾ വലിയ വലിയ തീരുമാനങ്ങൾ വരെ എടുക്കാറായി നീ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്നേരത്തേക്കും സുമിത്ര ചോദിക്കുക, ഞാൻ നിനക്ക് നൽകിയ സ്നേഹത്തെക്കാളും നിന്റെ അച്ഛനോടുള്ള നിന്റെ വിശ്വാസത്തെക്കാളും ഒക്കെ നിനക്ക് പ്രാധാന്യം രഞ്ജിതയ്ക്കാണെങ്കിൽ ഇനി എനിക്ക് നിന്നോടൊന്നും പറയാനില്ല, നിന്റെ ഒരു കാര്യങ്ങളും എനിക്ക് കേൾക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. അമ്മ ഞാൻ പറയട്ടെ, വേണ്ട, എനിക്ക് ഇനി നിൻ്റെതായ ഒരു കാര്യങ്ങളും കേൾക്കണ്ട പൂജ, നീ എന്നോടൊന്നും സംസാരിക്കാനും വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര പൂജയോട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ സുമിത്രയും പൂജയെ കൈ ഒഴിഞ്ഞു. രഞ്ജിത എന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് അതങ്ങനെ തന്നെ വരിക. അപ്പോൾ പിന്നെ
രഞ്ജിതയുടെ വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് ഇനി പൂജയുടെ ഏക ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനെ സുമിത്ര ആട്ടി ഓടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു പൂജ. സുമിത്രയെ വെല്ലുവിളിച്ച പൂജയെ സുമിത്ര തന്നെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം അങ്ങനെ വരുത്തി തീർക്കുകയാണ് നമ്മുടെ പൂജ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ചോദിക്കുമ്പോൾ എന്താ, അമ്മയ്ക്കും ഇപ്പം എന്നോട് ഇഷ്ടമല്ല, അങ്ങനെ ആരും ഇല്ലാത്തൊരു വീട്ടിൽ ഞാൻ എന്തിന് കടിച്ച് തൂങ്ങണം? ഇതാണ് പൂജ ചോദിക്കാൻ പോകുന്ന ചോദ്യം. അങ്ങനത്തെ ആ ഒരു ഇതിൽ നമ്മുടെ സുമിത്രയും പൂജയെ കൈയൊഴിഞ്ഞു. അങ്ങനെ ആപത്തിൽ നിന്നും വൻ ആപത്തിലേക്ക് നമ്മുടെ സുമിത്രയെ ധിഖരിച്ചുകൊണ്ട് പൂജ പടിയിറങ്ങുകയാണ്. അപ്പൊ പൂജ പടിയിറങ്ങുന്ന സമയം രഞ്ജിത 2 കൈയും നീട്ടി അവിടെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുക. അത് വേറൊരിത്. എന്തായാലും പൂജയുടെ ജീവിതത്തിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് വലിയ വലിയ ടാസ്കുകളായിരിക്കും പൂജ നേരിടേണ്ടി വരിക. അങ്ങനെ ആ ഒരു സംഭവങ്ങൾ അവിടെ നടന്നു. ഇതെല്ലാം കഴിഞ്ഞ് പൂജ ഇങ്ങനെ പോണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അനന്യ അനിരുദ്ധുമായിട്ട് സംസാരിക്കുന്നത് പ്രതീഷിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യമാണ്. അപ്പം അനിരുദ്ധിനോട് പറയുന്നത് ഈ പറയുന്ന പ്രതീഷും അതുപോലെ കുഞ്ഞും തമ്മിൽ യാതൊരു ബന്ധവും പാടില്ല, അവരെ പരസ്പരം അടുക്കാൻ അനുവദിക്കരുത്, അവരെ പരസ്പരം അകറ്റി കളയണം, ഇതൊക്കെയാണ് പറയുന്നത്. നിനക്ക് എങ്ങനെ ഇത് എന്നോട് പറയാൻ തോന്നി എന്ന് അന്നേരം അനിരുദ്ധ് ചോദിച്ചു. ആ അച്ഛനെയും മകളെയും തമ്മിൽ തെറ്റിക്കാൻ നിന്റെ മനസാക്ഷിക്ക് എങ്ങനെ കഴിയും? അതുപോലെ ഒരു ക്രൂരത നീ എന്നെ കൊണ്ട് ചെയ്യിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ മകളെ കൈവിട്ടു പോകുന്നതിനേക്കാളൊക്കെ ആ ഒരു വലിയ ദുഃഖത്തെ പറ്റിയൊക്കെ അനന്യ ഇങ്ങനെ പറയാം. അനന്യ, ഇത് തന്നെ നീ എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വരമോളെ നഷ്ടപ്പെട്ടു പോയാൽ നിന്നെപ്പോലെ തന്നെ എനിക്കും ദുഃഖമുള്ള കാര്യമാണ്. പക്ഷെ നിന്റെ ഇപ്പോഴത്തെ ഈ പ്രവൃത്തി ഉണ്ടല്ലോ, അത് ഒരിക്കലും അംഗീകരിച്ചു തരാൻ എനിക്ക് കഴിയില്ല. ആ അച്ഛനെയും മകളെയും പരസ്പരം വേർതിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള ക്രൂരതകളൊന്നും ചെയ്യാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. ഇത്രയ്ക്ക് സ്വാർത്ഥയായിരുന്നു നീ? ഇത്രയ്ക്ക് സ്വാർത്ഥത നിനക്ക് എവിടുന്ന് വന്നു? ഇങ്ങനെയൊക്കെയാണ് അനിരുദ്ധ് ചോദിക്കുന്നത്. അപ്പൊ എൻ്റെ സ്ഥാനത്ത് അനിരുദ്ധാണെങ്കിലും അനിരുദ്ധിനും ഈ സ്വാർത്ഥതയൊക്കെ വരുമെന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് എന്തേ നമ്മുടെ അനന്യ ഇങ്ങനെ അനിരുദ്ധിനോട് പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ആ ഒരു കാര്യവും പറഞ്ഞ് ഇങ്ങനെ വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്വരമോള് ഇങ്ങനെ സ്കൂളിൽ പോവാനായിട്ട് ഇറങ്ങുന്നു. ആ സമയത്ത് സുമിത്ര തൊട്ടരികിൽ ഇരിപ്പുണ്ട്. അപ്പോഴാണ് പ്രതീഷ് പോവാനായിട്ട് ഇറങ്ങി വരുന്നത്. പ്രതീഷ് അന്നേരം നോക്കുമ്പോൾ സുമിത്ര മാത്രമേ തൊട്ടരികിൽ ഇരിപ്പുള്ളൂ, വേറെ ആരും അരികിലില്ല. അവരുള്ളപ്പോഴാണല്ലോ കൊച്ചിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നതും അതിനെ തൊടാൻ പോലും സമ്മതിക്കാത്തതും ഒക്കെ. പ്രതീഷ് നേരം കുറേ നേരം കൊച്ചിനെ നോക്കി. അപ്പോൾ സുമിത്രയും അതുപോലെ സ്വരമോളും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ചെറിയച്ഛൻ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നത്, അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രതീഷ് ഇറങ്ങി വരുന്നതും ഇവരെ കാണുന്നതും. അപ്പോൾ പ്രതീക്ഷ പെട്ടെന്ന് വന്നു. കുഞ്ഞിനെ കണ്ടപ്പോൾ ഒരു ഇഷ്ടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ മോളുടെ ചെറിയച്ഛൻ എന്ന് പറഞ്ഞ് സുമിത്ര കാണിച്ചു കൊടുത്തു. ചെറിയച്ഛ എന്നും വിളിച്ചുകൊണ്ട് കൊച്ചു ചെന്നു. അപ്പോൾ ചെറിയച്ഛൻ വേഗം തന്നെ കൊച്ചിനെ അങ്ങോട്ട് എടുത്തു. പ്രതീക്ഷ എന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ കുറേ നേരം നോക്കിയിരുന്നിട്ട് ചെറിയച്ഛനൊരു ഉമ്മ തരാവോ എന്ന് ചോദിച്ചു. അതിനെന്താ ചെറിയച്ഛൻ, ഞാൻ തരാലോ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞു ഉമ്മ കൊടുത്തു. അങ്ങനെ 2 കവിളിൽ നെറ്റിയിൽ ഒക്കെ വാരി ഉമ്മ കൊടുക്കുക കേട്ടോ. ആ കുഞ്ഞിൻ്റെ സ്നേഹം ആ ഒരു സമയം നമ്മുടെ പ്രതീക്ഷ പഴയ പ്രതീക്ഷയായി മാറി. പ്രതീക്ഷിൻ്റെ മുഖത്ത് ആ ഭാവമാറ്റങ്ങളിലൂടെ അത് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പം ചെറിയച്ഛനെ മോളിങ്ങനെ സ്നേഹിക്കുന്നതും കവിളും നെറ്റിയും നിറയെ ഉമ്മ കൊടുക്കുന്നതും ചെറിയച്ഛനോട് കുശലം പറയുന്നതും ഇതൊക്കെ കണ്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ സന്തോഷത്തോടെ ഇഷ്ടത്തോടെ നോക്കിയിരിക്കുക. പക്ഷേ ആ സമയത്താണ് നമ്മുടെ അനന്യ അത് കണ്ടുകൊണ്ട് വരുന്നത്. അത് കണ്ടുകൊണ്ട് വന്ന അനന്യക്കാണെങ്കിൽ അത് സഹിച്ചില്ല. അനന്യ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് സ്തംഭിച്ച് ഇങ്ങനെ പേടിച്ച് നോക്കി ഇങ്ങനെ നിൽക്കുക. പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ നമ്മുടെ അനന്യക്ക് ചിന്തിക്കാൻ കൂടി കഴിഞ്ഞില്ല. അനന്യ ഓടി വന്നിട്ട് ഈ കൊച്ചിനെ പിടിച്ചു പറിച്ചിങ്ങ് മേടിച്ചു പ്രതീഷിൻ്റെ കയ്യിൽ നിന്ന്. നീ എന്താടി ഈ കാണിക്കുന്നേ എന്നും ചോദിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രതീഷും പെട്ടെന്ന് വല്ലാതായി, സുമിത്ര പെട്ടെന്ന് വല്ലാതായി, കൊച്ചും വല്ലാതെയായി. മമ്മി എന്താ മമ്മി ഇത് എന്നും ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ കൊച്ചിങ്ങനെ ചോദിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് പറഞ്ഞിട്ടില്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് കൊച്ചിനെ 2 ചാടിയിലും പേടിപ്പീരും. അപ്പോഴേക്കും പ്രതീക്ഷിന് വല്ലാതെ കേട്ടോ. അപ്പോൾ അനന്യ നീ എന്തേ കാണിക്കുന്നതെന്ന് നമ്മുടെ സുമിത്ര ചോദിച്ചു. അപ്പോൾ ആൻറ്റി ഈ കാര്യത്തിൽ ഇടപെടണ്ട, ഇത് എൻ്റെ മോളുടെ കാര്യമാണ്, ആ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞപ്പം നിന്റെ മോളോ, അതെങ്ങനെയാണ് നിന്റെ മാത്രം മോളാകുന്നതെന്ന് ചോദിച്ചു നമ്മുടെ സുമിത്ര. അത് കേട്ടപ്പോഴേക്കും അനന്യയുടെ നെഞ്ചിലൊന്ന് ആളി. ഇനി ഇവരെല്ലാം അറിഞ്ഞിട്ടാണോ എന്നുള്ളൊരു പേടി. ഈ കുടുംബത്തിൽ എല്ലാവർക്കും ഒരുപോലെ സ്വരമോളുടെ കാര്യത്തിൽ അവകാശമുണ്ട്. പ്രതീക്ഷ അവളെ ഒന്ന് എടുത്തെന്ന് കരുതി, അല്ലെങ്കിൽ അവളുടെ ചെറിയച്ഛന് അവളൊരു ഉമ്മ കൊടുത്തെന്ന് കരുതി എന്താ ഇപ്പം ഇത്ര സംഭവിക്കാനുള്ളത് എന്നിങ്ങനെ നമ്മുടെ സുമിത്ര ചോദിക്കുമ്പോൾ പ്രതീക്ഷ ഇങ്ങനെ നിസ്സഹായതയോട് കൂടി നിൽക്കുകയാണ്. പ്രതീക്ഷിന് പലതും പ്രതീക്ഷിന് കണ്ടിൽ നിന്ന് നടിക്കേണ്ടി വരിക. കാരണം പ്രതീക്ഷ എടുത്തടിച്ചു പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിന് തന്നെ അറിയാം. അതുകൊണ്ട് പ്രതീക്ഷയായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടോ ദുഃഖമോ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതീക്ഷ മാക്സിമം ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു.
എന്നാൽ പ്രതീഷിൻ്റെ മനസ്സ് കാണാനോ അല്ലെങ്കിൽ പ്രതീഷ് കാണിക്കുന്ന ആ ഒരു സ്നേഹം മനസ്സിലാക്കാനോ ഒന്നും അനന്യ തയ്യാറാകുന്നില്ല. അനന്യയ്ക്ക് ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ളൊരു രീതിയിലാണ് അനന്യ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മൊത്തത്തിൽ ശ്രീനിലയത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ എന്താ പറയുക നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ സുമിത്രയുടെ കയ്യിൽ നിന്നും നിർണായകമായ ഒരു തെളിവും നഷ്ടപ്പെട്ട് സുമിത്ര ഇങ്ങനെ ഇരിക്കുന്നു. ആ സമയത്ത് അപ്പു ആണെങ്കിൽ ഈ ഒരു സംഭവങ്ങളെല്ലാം അവിടെ ചെന്ന് ചിത്രയോട് പറയുന്നു. ചിത്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനായി. അങ്ങനെ മൊത്തത്തിലൊരു ഇതും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ചിത്രയോട് സംസാരിക്കുമ്പോൾ അത് ദീപു കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ദീപുവിന് സുമിത്രയെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. കാരണം രഞ്ജിതയുടെ ഇടപാടുകൾ എന്തൊക്കെയാണെന്നും രഞ്ജിതയുടെ ഒളിസങ്കേതങ്ങൾ ഏതൊക്കെയാണെന്നും മറ്റാരേക്കാളും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ദീപുവാണ്. അപ്പോൾ ദീപുവിന് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് അറിയാനും അല്ലെങ്കിൽ ആ ഒരു ഇതിനൊക്കെ കഴിയുമായിരിക്കണം. അപ്പം അങ്ങനെ കാര്യങ്ങൾ കുറച്ചുകൂടി ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമാക്സിലേക്ക് അടുക്കും തോറും ഒരു എന്താ പറയുന്നത് ആർക്കും ഒരു ഇതും ഇല്ലാത്ത രീതിയിൽ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഒറിജിനൽ കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. താങ്ക് യു. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.